അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ നടന്ന വേങ്ങര മുഖാമുഖം വിസ്റ്റം ജിന്നൂരികളെ സംബന്ധിച്ചിടത്തോളം പേടിയോടുകൂടിയല്ലാതെ അവർക്ക് ഓർക്കാൻ കഴിയാത്തൊരു മുഖാമുഖം, ഒന്നും മിണ്ടാൻ കഴിയാതെ വിറങ്ങലിച്ചു പോയ മുഖാമുഖമാണ് ഇന്നലെ വേങ്ങരയിൽ വെച്ച് നടന്നിട്ടുള്ളത്. വിസ്റ്റം ജിന്നൂരികൾക്ക് എന്ന് മാത്രമല്ല, കുരുവട്ടൂരികൾക്കും ചില അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തു. വിസ്റ്റം ജിന്നൂരികളും കുരുവട്ടൂരികളും ആ മുഖാമുഖം എങ്ങനെയെങ്കിലും തകർന്നു കാണണം, അവിടെ വിസ്റ്റം ജിന്നൂരികൾ വിജയിച്ചു എന്ന് കുരുവട്ടൂരികൾക്കും വിസ്റ്റം ജിന്നൂരികൾക്കും പറയാൻ കഴിയണം. പക്ഷേ രണ്ട് വിഭാഗത്തെയും നിരാശപ്പെടുത്തി എന്ന് മാത്രമല്ല, അവർക്ക് വേങ്ങരയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടുണ്ടായി. കുരുവട്ടൂരികളും വിസ്റ്റം ജിന്നൂരികളും ആ ജാള്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയ വിശകലനം നടത്തേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അലവി സഖാഫിയോട് ഒരു ചോദ്യം കൂടി, അവസാനത്തെ ചോദ്യമാണ്. ഈ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, ആരും ചിരിക്കൊന്നും വേണ്ട. ബാബ ഇസ്ലാഹിയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ചോദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാബ ഇസ്ലാഹിയെ നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം KNM-ലായിരുന്ന ബാബ ഇസ്ലാഹി കേരള നുണയ മുന്നണിയാണ്, KNM അതുകൊണ്ട് ഞാൻ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിസ്റ്റം ജിന്നൂരിയായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. KNM പണ്ഡിതന്മാരുമായി വ്യവസ്ഥാപിതമായി സംവദിക്കാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സന്നദ്ധമാണ് ഇൻഷാ അള്ളാഹ്. വാദം സമസ്ത പണ്ഡിതന്മാർ KNM പണ്ഡിതന്മാരെക്കാൾ തൗഹീദും ശിർക്കും പഠിച്ചവരാണ്. മുഹമ്മദ് ബാവ, AR നഗർ, 00919961641444. ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ അദ്ദേഹം വരികയും KNM-കാർക്കെതിരെ കുട്ടിത്തങ്ങളാണെന്ന് വിസ്റ്റം ജിന്നൂരികൾ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തോട് നിങ്ങൾ സംസാരിക്കേണ്ട, ഇത് വിസ്റ്റം വിഭാഗത്തിന് വിനയായിത്തീരും, നിങ്ങളെ ആരും ഇതിനേൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാബ ഇസ്ലാഹിയെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി വിസ്റ്റം വിഭാഗം. അതൊരു പ്രയാസമല്ല. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് മാനസിക പ്രയാസമുണ്ടാവുകയും ഞാൻ സുന്നിയാകാൻ വേണ്ടി പോവുകയാണ് എന്ന് വിസ്റ്റം ജിന്നൂരികളെ ഭയപ്പെടുത്തി നോക്കി. ഇയാൾ വിഡ്ഢിയാണെന്ന് ബോധ്യപ്പെട്ട വിസ്റ്റം ജിന്നൂരികൾ അയാളുടെ വാക്ക് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവസാനം ബാബ ഇസ്ലാഹിക്ക് നിൽക്കക്കള്ളിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ബാബ ഇസ്ലാഹി സുന്നിയായി അഭിനയിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയുമായുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും രാജിയായതായി ഇതിനാൽ അറിയിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള സമയങ്ങളിൽ സമസ്തയുമായി സഹകരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. തുടർ സംവാദങ്ങളും മുഖാമുഖങ്ങളും ഉണ്ടാകുന്നതാണ് ഇൻഷാ അല്ലാഹ്. എല്ലാ ചോദ്യകർത്താക്കൾക്കും സ്വാഗതം. 1998 മുജാഹിദ് പ്രസ്ഥാനവുമായി സഹകരിച്ച് ഈ ഉള്ളവൻ പ്രവർത്തിക്കുന്നത്. വിനീതനായ എൻ്റെ പഠനവും പ്രബോധന പ്രവർത്തനങ്ങളും ഇതുവരെ മുജാഹിദുകളുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് പ്രധാനമായും മുജാഹിദുകൾ വിവിധ വിഭാഗങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, 2002 ആദ്യമായി മുജാഹിദുകൾ പിളർന്നത്. പിന്നീട് 2012 കേരള നദ്വത്തുൽ മുജാഹിദീൻ, KNM ഔദ്യോഗിക വിഭാഗം, KNM മർക്കസ് ദഅവ വിഭാഗം, വിസ്ഡം വിഭാഗം എന്നിങ്ങനെ പ്രധാനമായും 3 വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്നു. ഈ അടുത്ത് മരണപ്പെട്ടുപോയ സക്കരിയ സുലാഹിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ വിഭാഗവും പ്രവർത്തിക്കുന്നു. ഈ വിഭാഗങ്ങളിൽ പെടാത്ത കുറെ മുജാഹിദുകളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മുജാഹിദുകൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും പിളർപ്പുകളും നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ യുക്തിവാദത്തിലേക്ക് പോയതായി നമുക്ക് കാണാം. അതേപോലെ തന്നെ ചേകന്നൂർ വിഭാഗത്തിലേക്കും ധാരാളം മുജാഹിദുകൾ പോയിട്ടുണ്ട്. മുജാഹിദുകളുടെ ഇടയിലുണ്ടായ പിളർപ്പ്
മുജാഹിദുകളുടെ ഇടയിലുള്ള ഐക്യവും വിശ്വാസവും സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയും മുജാഹിദുകൾ എന്നറിയപ്പെട്ടിരുന്ന ധാരാളം മുജാഹിദ് പ്രവർത്തകന്മാർ അക്കലാനിസത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം ആളുകൾ ചേകന്നൂരിസത്തിലേക്കും പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരലോകത്ത് മുജാഹിദുകൾക്ക് നേതൃത്വം നൽകുന്ന അതിന്റെ ഉമറാക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, പണ്ഡിതർ അള്ളാഹുവിന്റെ കോടതിയിൽ കൃത്യമായി കണക്ക് പറയേണ്ടി വരും. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ മുജാഹിദുകൾക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. ബാവ ഇസ്ലാഹി കപടനാണെന്ന് ബോധ്യമുള്ള സുന്നികൾ മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ ബാവ ഇസ്ലാഹി വീണ്ടും വിഷ്ടൻ ജിന്നൂരിയായി. ഇനി ബാക്കി നമുക്ക് കേൾക്കാം. ധാരാളം മലായിക്കത്തുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. അപ്പോ ബഹുമാന്യനായ അലവി സഖാഫി അവസാനത്തെ ചോദ്യമാണ് ഈ വിനീതന്റെ, ഈ ഉള്ളവന്റെ വഫാത്തായ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് സബബ്, ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് അവരോട് ഇസ്തിഗാസ നടത്താൻ, അതായത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വഫാത്തായ മഹാത്മാക്കളോട് പറയാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ, ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ? ആ സബബ് ഒന്ന് വിശദീകരിക്കുക. അതിന്റെ മറുപടി ഞാനാ പറയണത്. ബാവ ഇസ്ലാഹിയുടെ ചോദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ ചോദ്യം തന്നെ മര്യാദയില്ലാത്ത ചോദ്യമാണ്. കാരണം മുഖാമുഖം പരിപാടിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇന്നയാളെ എനിക്ക് മറുപടി പറയാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന വെക്കാൻ പാടില്ല. ഒരു വിഭാഗം സംഘടിപ്പിക്കുന്ന മുഖാമുഖത്തിലേക്ക് ഒരാൾ വന്ന് ചോദിക്കുക, അവിടെ ഇഷ്ടമുള്ളവർ മറുപടി തരും. മറുപടി തൃപ്തികരമാണോ അല്ലേ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ചോദ്യകർത്താവിനും അവസരമുണ്ട്. അത് സുന്നി പണ്ഡിതന്മാരുടെ മുഖാമുഖങ്ങളിൽ ഉണ്ടാവാറുമുണ്ട്. ഇഷ്ടം ജിന്നൂരികളുടെയോ കേരളക്കാരുടെയോ മുഖാമുഖങ്ങളിൽ നമുക്കത് കാണാനും സാധിക്കുകയില്ല. അവിടെ PKM സഖാഫി പറഞ്ഞു, ഞാനാണ് മറുപടി പറയുന്നത്. അതിന് അദ്ദേഹത്തിന് അവകാശവുമുണ്ട്. അദ്ദേഹം മറുപടി പറയട്ടെ. ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചാണ്. എന്റെ ചെറുപ്പകാലത്തിന് വളരെ പരിചയമുള്ള സഖാഫി. ചോദ്യം, വഫാത്തായ മഹാത്മാക്കൾ അവരോട് ജീവിച്ചായ മഹാത്മാക്കളെ പറ്റിയാണ് ചോദ്യം. അതെ അതെ വഫാത്തായ തഹരീറാക്കി വെക്കുക. വഫാത്തായ മഹാത്മാക്കളെ സംബന്ധിച്ചാണ്. അതെ, മനസ്സിലായല്ലോ? ചോദിക്കുന്നത് വഫാത്തായ മഹാത്മാക്കൾ. ഈ മഹാത്മാക്കൾ എന്ന് പറഞ്ഞ ആരാണ്? ഇതിന് മറുപടി നിങ്ങൾ പറയും. അമ്പിയാക്കൾ. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നാം സ്ഥാനം. അമ്പിയാക്കൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ. അത് മാത്രമൊന്നുമല്ല. അല്ല ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. മഹാത്മാവാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ ഔലിയാക്കൾ, അമ്പിയാക്കൾ. ഞാനും മഹാത്മാവാണ്. അല്ലെ, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ മഹാത്മാവാണ് അല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഞാനും പറയണേ, ഞാൻ മഹാത്മാവാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്, ഞാൻ ജീവിച്ചിരിക്കുന്നത് കുറച്ച് ഞാൻ മരിക്കും. അതിന് ശേഷം പറ്റുമല്ലോ, അപ്പൊ പറയാം. നിങ്ങളെ പറയട്ടെ നിങ്ങളെ വഫാത്തായതിന്റെ ശേഷം ആരെങ്കിലും മഹാത്മാവാണെങ്കിൽ ഓക്കെ, നിങ്ങളെ ശിഷ്യൻ ഞാൻ മഹാത്മാവാണോ അല്ലയെന്നാ ചോദിക്കണത്. അള്ളാഹുവിനറിയാം. നിങ്ങൾ പറഞ്ഞോളൂ. കേട്ടല്ലോ സഹോദരങ്ങളെ, ബാവ ഇസ്ലാഹി ഉരുണ്ട് കളിക്കുകയാണ്. ബാവ ഇസ്ലാഹിക്ക് ആത്മാവെന്താണെന്നോ മഹാത്മാവെന്താണെന്നോ തിരിഞ്ഞിട്ടില്ല. വിഷ്ടൻ ജിന്നൂരികൾ ഔദ്യോഗികമായി പ്രത്യേക കോച്ചിങ് കൊടുത്തുകൊണ്ട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞ ആത്മാവെന്താണെന്നും മഹാത്മാവെന്താണെന്നും തിരിയാത്ത ബാവ ഇസ്ലാഹിയാണ് അവിടെ കിടന്ന് പിടയ്ക്കുന്നത്. ചോദിക്കുന്നയാൾക്കറിയണ്ടേ താൻ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന്, താൻ എന്താണ് ചോദിക്കുന്നതെന്ന്. അതുപോലും അറിയാതെയാണ് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി പാവം വിഷ്ടം ജിന്നൂരികൾ കെട്ടിച്ചിറക്കിയ ബാവ ഇസ്ലാഹി വന്നിട്ടുള്ളത്. മഹാത്മാവാണെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം എന്നോട് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കണത് മഹാത്മാവാണെങ്കിൽ എന്നല്ലേ? ഞാൻ മഹാത്മാവാണ്, മരിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചോളി, ഒരു കുഴപ്പമില്ല. വിഷ്ടം ജിന്നൂരികൾ ഔദ്യോഗികമായി പറഞ്ഞയച്ചയാളാണ് ബാവ ഇസ്ലാഹി. വിഷ്ടം ജിന്നൂരിയായ ബാവ ഇസ്ലാഹിയുടെ ചോദ്യത്തിന് PKM സഖാഫി ഉസ്താദ് വ്യക്തമായ മറുപടി നൽകിയപ്പോൾ ഞാൻ കരുതിയത് ബാവ ഇസ്ലാഹി തെളിവ് ചോദിക്കുമെന്നാണ്, ഉപചോദ്യം ചോദിക്കുമെന്നാണ്. പക്ഷേ
ഉത്തരത്തിന് മുമ്പിൽ ബാവ ഇസ്ലാഹിക്കും മിണ്ടാട്ടം മുട്ടിപ്പോയി. ബാവ ഇസ്ലാഹിക്കും അറിയാം ആ മറുപടി പ്രമാണബദ്ധമാണെന്ന്. അതുകൊണ്ട് തന്നെ തെളിവ് ചോദിക്കാനോ ഉപചോദ്യം ചോദിക്കാനോ ധൈര്യമില്ലാതെ പോയ ബാവ ഇസ്ലാഹിയുടെ ഭാവം മാറുന്നത് നമുക്കിന്ന് കാണാം. ഇവിടെ സമയം കളയണ്ട ഞാൻ അലവി സഖാഫിനോട് മഹാത്മാവാണ് ഇൽമിയായ സദസ്സാണ്. അലവി സഖാഫി മറുപടി ഞാൻ അലവി സഖാഫിനോട് ഞാൻ പറയട്ടെ വിനീതമായിട്ട് പറയട്ടെ. ബാവ ഇസ്ലാഹിയുടെ ചോദ്യം നിങ്ങൾ കേട്ടല്ലോ. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത മറുപടി. മിസ്റ്റർ ജിന്നൂരികൾ ഔദ്യോഗികമായി വലിയ വിവരമുള്ള പണ്ഡിതനാണെന്ന് കരുതി സുന്നികളെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി പ്രത്യേകം കോച്ചിങ് നൽകിക്കൊണ്ട് പറഞ്ഞയച്ച ബാവ ഇസ്ലാഹിയാണ് PKM സഖാഫിയുടെ മറുപടിക്ക് മുമ്പിൽ ഉരുണ്ട് കളിക്കുന്നത്. അലവി സഖാഫിയുടെ മുഖാമുഖത്തിനാണ് വന്നത്. നിങ്ങളെ മുഖാമുഖത്തിന് വന്നിട്ടില്ല. ഞാൻ അലവി സഖാഫിയുടെ മുഖാണ് നോട്ടീസിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട്. അത് മാത്രമേ ഉള്ളൂ കാര്യം പറഞ്ഞു. നോട്ടീസ് എങ്ങനെ ഉണ്ട് അലവി സഖാഫിനെ മാത്രം വെച്ച നോട്ടീസ് ഉണ്ട്. എന്തിനാ വെറുതെ സമയം കളഞ്ഞത്? സമയം എന്തിനാ കളഞ്ഞത്? പെർമിഷൻ കഴിഞ്ഞ് സംസാരിക്കുകയാണ്. പെർമിഷൻ കഴിഞ്ഞ് വിളിച്ചു കേട്ടല്ലോ സഹോദരങ്ങളെ, ബാവ ഇസ്ലാഹിയുടെ ഒരു ദയനീയ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒന്നും പറയാനില്ലെന്ന് കണ്ടപ്പോൾ പെർമിഷന്റെ സമയം കഴിഞ്ഞു. അലവി സഖാഫി ഉസ്താദിന്റെ പേരാണ് നോട്ടീസിലുള്ളത്. അതുകൊണ്ട് അലവി സഖാഫി മറുപടി പറഞ്ഞാൽ മതി, മറ്റാരും മറുപടി പറയേണ്ടതില്ല. നിങ്ങളൊക്കെ ആരാണ് ഇതിന് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന വിവരക്കേടാണ് ബാവ ഇസ്ലാഹി ചോദിക്കുന്നത്. സുന്നികളുടെ പരിപാടി നിയന്ത്രിക്കാൻ ആരാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്? മിസ്റ്റർ ജിന്നൂരികളാണോ അല്ലെങ്കിൽ ബാവ ഇസ്ലാഹിയാണോ തീരുമാനിക്കേണ്ടത്? ആരാണ് മറുപടി പറയേണ്ടത്? സുന്നികൾക്ക് ഇഷ്ടമുള്ളവരുടെ പേരുകൾ നോട്ടീസിൽ കൊടുക്കും, ഇഷ്ടമുള്ളവരുടെ പേരുകൾ ബാനറിൽ കൊടുക്കും, ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് മുഖാമുഖത്തിൽ മറുപടി പറയിപ്പിക്കും. അതൊന്നും ചോദ്യം ചെയ്യാൻ മിസ്റ്റർ ജിന്നൂരികളെ സുന്നികൾ ഏൽപ്പിച്ചിട്ടില്ല, ബാവ ഇസ്ലാഹിയെ സുന്നികൾ ഏൽപ്പിച്ചിട്ടില്ല. ബാവ ഇസ്ലാഹിക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം, മറുപടി കിട്ടിയാൽ തൃപ്തികരമാണ് മറുപടി എന്ന് പറയാം, അല്ലെങ്കിൽ തൃപ്തികരമല്ലെന്ന് പറയാം. അതിനല്ലാതെ സുന്നികളുടെ പരിപാടി ആരാണ് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാൻ ബാവ ഇസ്ലാഹിയെയും മിസ്റ്റർ ജിന്നൂരികളെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് PKM സഖാഫി ഉസ്താദ് അവിടെ പറഞ്ഞു. മിസ്റ്റർ ജിന്നൂരികളുടെ തീവ്രവാദവും ഭീകരവാദവും സുന്നികളോട് വേണ്ട. സുന്നി പരിപാടികളിൽ അത് നടപ്പാക്കാൻ നോക്കണ്ട. അത്തരം മോഹവുമായി വന്നാൽ ഭീകരവാദികളായ തീവ്രവാദികളായ മിസ്റ്റർ ജിന്നൂരികളെ ഇരുത്തേണ്ടടുത്തിരുത്താൻ സുന്നികൾക്ക് നന്നായിട്ടറിയാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അലവി സഖാഫി മറുപടി ഇല്ലല്ല. അലവി സഖാഫി മറുപടി നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഇത് വെറുതെ എന്തിനാ തർക്കിക്കണം? ഇസ്ലാമില് തർക്കല്ല. ഞാൻ ഇൽമിയായി പഠിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ താലിബുൽ ഇൽമി, ഞാൻ ഇൽമ നേടാൻ വേണ്ടി വന്നതാ. നിങ്ങൾ തർക്കിക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഇനി ഉദാഹരണം പറയണോ? ആവേശകരമായ മറുപടി കേട്ടപ്പോൾ മറ്റുള്ള ഉസ്താദുമാരുടെ മനസ്സുകളിലുമുള്ള മറുപടികൾ പുറത്തേക്ക് വരികയാണ്. ഓരോ പണ്ഡിതന്മാരും, അലവി സഖാഫി ഉസ്താദ് അടക്കം, അതുപോലെയുള്ള സഖാഫിമാരടക്കം എല്ലാവരും ഓടി വരികയാണ്. ഞങ്ങൾക്കുമുണ്ട് ആ വിഷയത്തിൽ മറുപടി പറയാൻ. പക്ഷേ PKM സഖാഫി പറഞ്ഞു, നിങ്ങളൊക്കെ അവിടെ ഇരിക്ക്, ഞാൻ മറുപടി പറഞ്ഞുകൊള്ളാം. ഈ ചങ്ങാതിയെ പിടിച്ചിരുത്താൻ ഞാൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് PKM സഖാഫി ആവേശഭരിതമായ മറുപടി പറയുകയാണ്. നമുക്കത് കേൾക്കാം. ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞേ, വഫാത്തായ മഹാത്മാക്കൾ എന്ന് പറയുന്നത് ബദരീങ്ങളെ, മുഹ്യിദ്ദീൻ ശൈഖ്, മമ്പറം തങ്ങളെ,
CM മടവൂര് എന്നിങ്ങനെ അവരെ വിളിച്ച് ഇസ്തിഗാസ നടത്താൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ? എന്താണ് ദലീൽ? ഏതായത്ത്? അതാ ചോദിച്ചത്. ജീവിച്ചിരിക്കാനുള്ളവരെ വിളിക്കുന്ന സബബേദ, ജീവിച്ചിരിക്കുന്നവരെ വിളിക്കാനുള്ള സബബേദാണ്. ഈ ചോദ്യത്തിന് മുമ്പിൽ ബാവ ഇസ്ലാഹി കുടുങ്ങിപ്പോയി. ബാവ ഇസ്ലാഹി ചോദിച്ചത് മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് ചോദിക്കാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ട് എന്നതിന് ആയത്തേതാണെന്നാണ്. ഉടനെ തന്നെ PKM സഖാഫി ഉസ്താദ് ചോദിച്ചു, ജീവിച്ചിരിപ്പുള്ളവരോട് സഹായം ചോദിക്കാൻ അള്ളാഹു സബബാക്കിയ ആയത്തെവിടെ? അവിടെ ബാവ ഇസ്ലാഹിക്ക് അപകടം മണത്തു. ബാവ ഇസ്ലാഹി പെട്ടുപോയി. കാരണം ഹയ്യും ഹാലിറും ഖാദിറുമായ അഥവാ ജീവിച്ചിരിപ്പുള്ള സാന്നിധ്യത്തിലുള്ള ഖാദിറായ ജിന്നിനോട് സഹായം ചോദിക്കാം എന്നാണ് വിഷ്ണം ജിന്നൂരികളുടെ വിശ്വാസം. അത് ബാവ ഇസ്ലാഹി തെളിയിക്കേണ്ടി വരും. ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടയുന്ന നേരത്ത് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് കരുതി ജിന്നെ വെളിച്ചം തരാമോ എന്ന് പറഞ്ഞാൽ ശിർക്കാവുകയില്ല എന്നാണ് വിഷ്ണം ജിന്നൂരികളുടെ വിശ്വാസം. അല്ലാഹു തആല ജിന്നുകളെ വെളിച്ചം ചോദിക്കാൻ സബബാക്കിയിരിക്കുന്നു എന്നാണ് വിഷ്ണം ജിന്നൂരികൾ പറയുന്നത്. അതിനായത്ത് ചോദിക്കുമെന്ന് ബാവ ഇസ്ലാഹിക്ക് നന്നായി ബോധ്യമുണ്ട്. അതോടുകൂടി മൂപ്പർ വേർത്തൊലിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മുണ്ടാട്ടം മുട്ടിപ്പോയി. ബാക്കി കൂടി കേൾക്കാം. ശുഹദാക്കളാണ് ബദരീങ്ങൾ. ഒരു മരിച്ചകളല്ലേ? അടുത്ത ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ബദരീങ്ങൾ ശുഹദാക്കളിൽ ബദരീങ്ങളിൽ ശുഹദാക്കളുണ്ട്. അവർ മരിച്ചകളോ അല്ലേ? അർത്ഥം പറയും. ഞാൻ ചോദിച്ചു മറുപടി പറഞ്ഞോളി. എന്താ മറുപടി? ബദരീങ്ങളെ കൂട്ടത്തിൽ ശുഹദാക്കളുണ്ട്, ഒരു മരിച്ചകളോ അല്ലേ? അതിന്റെ മറുപടി പറയും. ശുഹദാക്കൾ മരിച്ചകളോ അല്ലെന്ന് ഞാൻ ചോദിച്ചേ. അല്ല, മൂപ്പര് മരിച്ചോ? മൂപ്പരെന്നെ മരിച്ചോ? ശുഹദാക്കൾ മരിച്ചിട്ടുണ്ടോ അല്ലേ എന്നാ ഞാൻ ചോദിക്കണേ. ശുഹദാക്കൾ മരിച്ചിക്കണോ അല്ലേ? ശുഹദാക്കൾ മരിച്ചിക്കണോ അല്ലേ എന്നാ ഞാൻ ചോദിക്കണേ. മറുപടി നിങ്ങൾ പറയും. ബാവ ഇസ്ലാഹിയുടെ ചോദ്യം പൊട്ടത്തരമാണ് എന്നതിന് രണ്ടാമതൊരു ചോദ്യം കൂടി PKM സഖാഫി ഉസ്താദ് ചോദിച്ചു. ബാവ ഇസ്ലാഹി മിണ്ടിയില്ല. വിഷ്ണം ജിന്നൂരി ആഫീസിൽ നിന്ന് അദ്ദേഹത്തിന് ഫോൺ വന്നു. മിണ്ടിയാൽ നമ്മൾ വഷളായി പോകും, നമ്മൾ കുടുങ്ങിപ്പോകും, മുസ്ലിമീങ്ങള് മുശ്രിക്കുകളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നാം ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ഉസൂൽ പ്രകാരം അത് നമ്മൾ കൂടി ശിർക്ക് ചെയ്യുന്നവരാണെന്ന്, നമ്മുടെ വിശ്വാസം കൂടി ശിർക്കാണെന്ന് സ്ഥാപിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഇനി മിണ്ടിപ്പോവരുതെന്ന് ബാവ ഇസ്ലാഹിയോട് ജിന്നൂരി കേന്ദ്രങ്ങളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ബാവ ഇസ്ലാഹിക്ക് മാത്രമല്ല, നിരവധി മുഖാമുഖങ്ങളിൽ നിരവധി സംവാദങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, എനിക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് പറയുന്ന നൗഷാദിനും കുരുവട്ടൂരികൾക്കും കൂടി തിരിച്ചടിയാണ്. കാരണം വഹാബികളെ പോലെ അവർക്കും അറിയില്ലായിരുന്നു ശുഹദാക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന്. ശുഹദാക്കൾ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ പറയരുത്. അവർ എൻ്റെ അടുക്കൽ ഭക്ഷണം കഴിക്കുകയാണ്, എൻ്റെ അടുക്കൽ വിശ്രമിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഹാബികളും അറിഞ്ഞില്ല, കുരുവട്ടൂരികളും അറിഞ്ഞില്ല. കുരുവട്ടൂരികൾ എഴുതി ചോദിക്കുന്ന ചോദ്യം, അവരുടെ വിവരക്കേട് കാണിക്കുന്ന ചോദ്യം നിങ്ങളതാ ഒന്ന് സ്ക്രീനിൽ കണ്ടു നോക്കുക. ഈ വിവരം കെട്ട കുരുവട്ടൂരികളെയും വഹാബികളെയും വിശിഷ്യ വിഷ്ണം ജിന്നൂരികളെയും കുഴിച്ചുമൂടിയ മുഖാമുഖമായിരുന്നു വേങ്ങരയിൽ നടന്നത്. അതിൽ പങ്കെടുത്ത എല്ലാ ഉസ്താദുമാർക്കും 1000 അഭിനന്ദനങ്ങൾ.